मंगल्यदास्तु मम मंगलदेवतायाः मुग्धा मुहुर्विदते वदने मुरारे प्रेमत्रभा प्रणिहितानि व्यदानि मालादृशोर्मधुकरीव महोत्पलीया सा मे श्रियं दिशतु सागर सम्भवायाः आमीरिदार्थमधिगम्य मुदा मुकुन्दम् आनन्दगन्धमनिमेषमनङ्गतन्द्रम् आगेकरस्थितकनीकपश्मनेत्रम् भूते भवे मम भुजङ्गशयान्तनायाः भूते भवे मम भुजङ्गशयान्तनायाः. Thank you, Reshma. Swagatam, Secretary, Bodhananda Seva Society. Thank you. Om Yasmin Sarvam Yatas Sarvam Sarvam Sarvadriktadha सर्वभावपदातीतं बोधानन्दं स्मराम्यहम्. ॐ गणानां त्वा गणपतिगुं हवामहे कविं कवीनामुपमस्रवस्तमं ज्येष्ठराजं ब्रह्मणा ब्रह्मणस्पद आनशृण्वन्नोदिभिः सीदसादनं महागणपतये नमः. ബോധാനന്ദ സേവാ സൊസൈറ്റിയുടെയും സംബോധ ഫൗണ്ടേഷൻ്റെയും പരമാചാര്യനായ സ്വാമി ബോധാനന്ദ സരസ്വതിയുടെ ജയന്തി ആഘോഷം ബോധാനന്ദ സേവാ സൊസൈറ്റി ലോകസേവ ദിനമായിട്ട് ആണ് ആഘോഷിച്ചു വരുന്നത്. എല്ലാ വർഷവും മാർച്ച് 27 ലോകസേവാ ദിനമായിട്ട് ആഘോഷിക്കുന്നു. അന്ന് ലോകസേവാ ദിന വാർഷിക സമ്മേളനവും സഹായ വിതരണവും എല്ലാ വർഷവും നടന്നു വരുന്നു. ഈ വർഷം ഇന്നാണ് ആ സുദിനം. രാവിലെ മുതൽ ഗുരുസ്തോത്ര പാരായണം, ഗുരുപാദുക അർച്ചന, ആശ്രമ ആചാര്യൻ പൂജ്യ ഹരിഹരാനന്ദ സ്വാമിജിയുടെ ഭാഷണം. അദ്ദേഹം ഗുരുസങ്കല്പം ഭാരതത്തിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് സംസാരിച്ചിരുന്നത്. അങ്ങനെ അന്നദാനം, തുടർന്ന് ഇവിടെ ലോകസേവാ ദിന സമ്മേളനം ആരംഭിക്കുന്നു. വിശിഷ്ട അതിഥികൾക്ക് സ്വാഗതം പറയുന്ന കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. പുരാണ ഇതിഹാസങ്ങളിൽ അഗാധമായ പാണ്ഡിത്യമുള്ള തപസ്വിയായ സന്യാസി വര്യനാണ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ബോധാനന്ദ ആശ്രമ ആചാര്യനായ പൂജ്യ ഹരിഹരാനന്ദ സ്വാമിജി. സ്വാമിജിയെ പ്രണാമങ്ങളോടെ ഈ സമ്മേളനത്തിൽ സ്വാഗതം ചെയ്യുക. ലോകസേവാ വാർഷിക ദിനം സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഇന്നിവിടെ ഉത്തമനായ ഒരു അതിഥിയെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്താം. ശ്രീ രാജശേഖരൻ നായർജി, MD, ജന TV, Chairman and MD, RR Holiday Homes Private Limited, Managing Trustee, Sai Krishna Public School, Managing Trustee, Uday Educational and Charitable Trust. ശ്രീ രാജശേഖരൻ നായർ സാർ എന്നെ സംബന്ധിച്ചിടത്തോളം സക്സസ് കംസ് വിത്ത് എ പ്രൈസ് എന്നുള്ളത് വളരെ അന്വർത്ഥമാണ്. മുംബൈ എന്ന പഴയ ബോംബെ നഗരത്തിൽ നിന്ന് ആരംഭിച്ച എളിയ ജീവിതം സമൂഹത്തിലെ ഒരു മാതൃകാ പുരുഷനിൽ എത്തി നിൽക്കുന്നു. അദ്ദേഹം ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ ഒരു സക്സസ്ഫുൾ എൻ്റർപ്രണറാണ്. ഉദയ ഹോട്ടൽസിൻ്റെ ചെയർമാനും MDയും ആണ്. രാഷ്ട്ര സേവന മേഖലയിൽ നിഷ്പക്ഷമായ ഒരു മീഡിയയുടെ, അതായത്
ജനം ടിവിയുടെ MD ആണ്. വിദ്യാഭ്യാസ മേഖലയുടെ പുരോഗതിയാണ് രാജ്യത്തിൻ്റെ പുരോഗതി എന്നറിയാവുന്നത് കൊണ്ട് ശ്രീ രാജശേഖരൻ നായർ സർ 2000-ലധികം കുട്ടികളുള്ള സായി കൃഷ്ണ പബ്ലിക് സ്കൂളിലെ മാനേജിംഗ് ട്രസ്റ്റിയായി സുദീർഘമായ സേവനം നിർവഹിച്ചു വരുന്നു. എന്നാൽ സാമൂഹിക സേവന മേഖലയിൽ അദ്ദേഹം നയിക്കുന്ന ഉദയ ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി അർഹരായ വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് ഫിസിക്കലി ആൻഡ് മെൻ്റലി ചലഞ്ച് ആയ കുട്ടികൾക്ക് ആറന്മുള, തിരുവനന്തപുരം, ചെങ്കൽ എന്നീ പ്രദേശങ്ങളിൽ സഹായം ചെയ്തു വരുന്നത് ആണ് ഏറ്റവും അഭിനന്ദനാർഹമായ സേവനം. സ്വച്ഛ ഭാരത് അഭിയാൻ രംഗത്തും അദ്ദേഹത്തിൻ്റെ കമ്പനി ചെയ്യുന്ന വിശിഷ്ട സേവനത്തിന് തിരുവനന്തപുരം കോർപ്പറേഷൻ ശ്രീ രാജശേഖരൻ നായർ സാറിനെ അഭിനന്ദിച്ചിട്ടുണ്ട്. ബോംബെയിൽ നിന്ന് ആരംഭിച്ച അദ്ദേഹത്തിൻ്റെ മാതൃകാ ജീവിതം ഇപ്പോൾ മുംബൈ കേരളീയ സമാജത്തിൻ്റെ പ്രസിഡന്റ് പദവിയിലെത്തി നിൽക്കുന്നു. ധാരാളം ദേശീയ അന്തർദേശീയ അവാർഡുകൾ കരസ്ഥമാക്കിയ ഈ മഹത് വ്യക്തിത്വത്തെ സസ്നേഹം, സന്തോഷപൂർവ്വം, ആദരപൂർവ്വം സ്വാഗതം ചെയ്തു. കാലടി വാർഡിലെ വികസനങ്ങൾക്കും ജനനന്മയ്ക്കും വേണ്ടി പ്രവർത്തിച്ചു വരുന്ന കാലടി വാർഡിലെ കൗൺസിലർ ശ്രീ ശിവകുമാർ ഇലക്ഷൻ അടുത്തിരിക്കുന്ന സന്ദർഭത്തിലും വളരെ തിരക്കിലാണ്. ആ തിരക്കിനിടയിലും നമ്മുടെ ക്ഷണം സന്തോഷപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീ ശിവകുമാർ അവർകളെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ലോകസേവാ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബോധാനന്ദ സേവാ സൊസൈറ്റി എല്ലാ മാസവും നടത്തി വന്നിരുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പിൽ 100ഓളം രോഗികൾക്ക് സൗജന്യ BP, ഷുഗർ, കൊളസ്ട്രോൾ ടെസ്റ്റ് നടത്തി പരിശോധിച്ച് സൗജന്യ മരുന്നുകൾ നൽകുന്നതിനായി നേതൃത്വം നൽകിയിരുന്ന ഇങ്ങനെ നിസ്വാർത്ഥ സേവനം അനുഷ്ഠിച്ചിരുന്ന ഡോക്ടർ ശാന്തകുമാരി അമ്മയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള മറ്റെല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് കഴിയും. അധ്യക്ഷ ഭാഷണത്തിനായി സംഭൂജ്യ സ്വാമി ഹരികരാനന്ദ സ്വാമിജിയെ ക്ഷണിക്കുന്നു. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരം. ബോധാനന്ദയുടെ സംബോധ ഫൗണ്ടേഷന്റെ പരമാചാര്യനായിട്ടുള്ള ശ്രീ ബോധാനന്ദ ഗുരു മഹാരാജിൻ്റെ ജന്മദിനം ആണ്. അത് ലോകസേവാദിനമായിട്ട് ആചരിക്കുകയാണ്. മഹാത്മാക്കൾക്ക്, അതായത് ആത്മജ്ഞാനികളായുള്ളവർക്ക് ജന്മദിനമൊന്നുമില്ല. കാരണം ആത്മജ്ഞാനിക്ക് ശരീരമല്ല ഞാൻ എന്ന് ബോധ്യമായവരാണ്. ജായതേ ഹുയതേ വാ കദാചിന്നായം ഭൂത്വാ ഭവിതാവാനഭൂയ അജോ നിത്യശാശ്വതേഹന്യമാനേ ശരീരേ. ജനിക്കുന്നില്ല, മരിക്കുന്നില്ല, ജന്മമരണങ്ങളൊക്കെ ശരീരാദികൾക്കാണ്. അങ്ങനെ ബോധ്യം വന്ന ഒരാളെ സംബന്ധിച്ചവൻ ജന്മദിനത്തിനൊന്നും പ്രസക്തിയില്ല. പക്ഷേ സാധകരും ശിഷ്യരുമായിട്ടുള്ളവർക്ക് ആ ദിവസം വളരെ പവിത്രമായിട്ട ദിവസമാണ്. അത് നല്ല കർമ്മങ്ങൾക്ക് ഉപയോഗിക്കും. ആ ദിവസം ദാനം, അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ദാനം. യജ്ഞം, ദാനം, തപസ്, ഇത് മൂന്നും നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നതാണ്. യജ്ഞോദാനം തപശ്ചൈവ പാവനായി മനീഷിനാം. ഗീതയിൽ ഭഗവാൻ പറയും യജ്ഞോദാനം തപശ്ചൈവ പാവന.
തപോയജ്ഞദാനാദിഭ്യ ശുദ്ധബുദ്ധി ശങ്കരാചാര്യ പറയും. ഇത് ബുദ്ധിയെ ശുദ്ധമാക്കുന്നതായതുകൊണ്ട് അത് ഉപേക്ഷിക്കരുത്. ദാനം, തപസ്, ദാനം നമ്മുടെ സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗം സമാജത്തിനുള്ളതാണ്. അത് കൊടുക്കുക തന്നെ വേണം, അല്ലെങ്കിൽ അത് ദുഷിപ്പിക്കും. നമ്മളെ ആ സമ്പത്തും ദുഷിക്കും, ആ സമൂഹവും വ്യക്തിയും എല്ലാം ദുഷിക്കാനാണ് വരും. ഒരു മഹാത്മാവ് ധാരാളം ദാനം ചെയ്തു. എനിക്ക് അറിയുന്ന സംഭവമാണ്. അപ്പോൾ ഒരാൾ ചോദിച്ചു അദ്ദേഹത്തോട്, ഇങ്ങനെ ദാനം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സമ്പത്ത് മുഴുവൻ പോകില്ലേ, അങ്ങ് വിശ്വനാവില്ലേ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു കുളം ഉണ്ടാക്കിയിട്ട് പോയി നോക്കാൻ പറഞ്ഞു. വടക്കോട്ട് റോവ് വെച്ചിട്ട്, റോവ് വെച്ചത് എന്തിനോട് ഇട്ടാൽ വെള്ളം തെളിഞ്ഞ് നിൽക്കാനായിട്ട്. വെള്ളം മുകളിലുള്ള വെള്ളം ഒഴുകി പോകുമ്പോൾ ബാക്കിയുള്ള വെള്ളം ശുദ്ധമായിട്ട് നിൽക്കും. അതുപോലെ നമ്മുടെ സമ്പത്ത് ശുദ്ധമായിട്ട് നിലനിൽക്കണമെങ്കിൽ അതിലൊരു ഭാഗം ദാനം ചെയ്യുക തന്നെ വേണം. അത് അറിയിക്കുന്ന കൈകളിലേക്ക് എത്തണം. നമ്മൾ സന്തോഷം തന്നെ പറയട്ടെ, ധാരാളം പേര് ഇതിൽ സഹകരിക്കാനായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ധാരാളം ഉദാരമതികൾ ഈ ആശ്രമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഗുരുദേവൻ്റെ ശിഷ്യന്മാരും ഭക്തന്മാരും ഭക്തകളും ഒക്കെ ആയുള്ളവർ ഇതിന് മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. എല്ലാ വർഷവും ഇതുപോലെ ലോകസേവ വളരെ ഗംഭീരമായിട്ട് തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. ഇവിടെ വന്നിട്ടുള്ള ഈ വിശിഷ്ടാതിഥികൾ അവർക്ക് ഞാൻ പ്രണാമം അർപ്പിക്കാൻ മറന്നുപോയി. രാജശേഖരൻ നായർ, അതുപോലെ ശിവകുമാർജി, ഇവരൊക്കെ എൻ്റെ പ്രണാമം അർപ്പിക്കുന്നു. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ പ്രണാമം. പ്രണാമ സ്വാമി. ഉദ്ഘാടന ഭാഷണത്തിനായി ശ്രീ എസ് രാജശേഖരൻ സാറിനെ ക്ഷണിച്ചു. നമസ്തേ. ശ്രീ ബോധാനന്ദ സേവാ സൊസൈറ്റിയുടെ സ്വാമി ബോധാനന്ദജിയുടെ ഓർമ്മയ്ക്കായി ഇന്ന് ലോക സേവാ ദിനമായിട്ട് ആചരിക്കുന്ന ഈ വേദിയിലിരിക്കുന്ന സ്വാമി ഹരിഹരാനന്ദ സരസ്വതിജി, ഇവിടുത്തെ കൗൺസിലറായ ശ്രീ ശിവകുമാർ, പിന്നെ ഈ ഫംഗ്ഷനിലൂടെ എത്തുവാൻ നിർബന്ധിക്കുകയും നിരന്തരം വിടാതെ ഫോൺ ചെയ്ത് ഇന്ന് ഇവിടെ എത്തുവാൻ കാരണക്കാരിയായിട്ടുള്ള എൻ്റെ സഹോദരി കുഞ്ഞുലക്ഷ്മമ്മ, ഇവിടുത്തെ സ്വാഗതം പറഞ്ഞ രാമേരി നായർ, എൻ്റെ മുന്നിലിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, കാലടി എന്നൊക്കെ കേൾക്കുമ്പോൾ ശ്രീ ശങ്കരാചാര്യ ലോകം അറിയുന്ന ഒരു ജന്മം കൊണ്ട നാട്. 2 കാലടിയുണ്ട്, പക്ഷേ കാലടി തന്നെയാണ്. ഒരുപാട് പേർക്ക് ഇന്ന് ശങ്കരാചാര്യർ ആരാണെന്ന് അറിയില്ല, പക്ഷേ ഇപ്പൊ അറിഞ്ഞു തുടങ്ങിയത് യാഥാർത്ഥ്യമാണ്. നമ്മളുടെ ഈ ഭാരതത്തിൽ എത്രയോ നല്ല മഹർഷിയും എത്രയോ ജീവിതം മൊത്തം ഈ നാട്ടിനും മനുഷ്യത്തിനും വേണ്ടിയിട്ട് ത്യാഗം ചെയ്ത് അതിലേക്ക് വേണ്ടിയിട്ട് ജനിച്ച ഒരുപാട് ഋഷിതുല്യരായിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങളാണ്. അവരെല്ലാം മറന്നുപോയി, മറന്നതല്ല, നമ്മെ ഓർമ്മിപ്പിച്ചിട്ടില്ല. ആ ഒരു രീതിയിലേക്ക് നമ്മളെ ഭാരതം കുറെ വർഷം സഫർ ചെയ്തു. അതിൽ നിന്നും നാം തിരിച്ചു വരുന്നത് യാഥാർത്ഥ്യം. നമ്മെ ഉപദ്രവിച്ച, നമ്മെ അടിമകളാക്കി, നമ്മളുടെ സ്വന്തമായ ഒരു നാട്ടിൽ നിന്ന് കട്ടുകൊണ്ടുപോയി അവരുടെയൊക്കെ സ്റ്റോറികൾ നമ്മൾ പഠിക്കുമ്പോൾ ലുബൂനെ പോലുള്ളവരെല്ലാം ധീരരാണ്, അവരുടെ വാൾ അവിടെയുണ്ട്, ഇതൊക്കെ നമ്മൾ കേൾക്കേണ്ട ഒരു സ്ഥിതി എന്തുകൊണ്ടാണ് വന്നു? പിന്നെ ഈ സനാതന ധർമ്മം എന്തുകൊണ്ടാണ് ഇന്നും ഇത്രയും ആൾക്കാർ ബ്രിട്ടീഷും മുകളിലൊക്കെ വന്ന് ഭരിച്ച് അടിമകളാക്കി മതപരിവർത്തനം നടത്തിയിട്ട് നമ്മൾ ഇന്നും മാറാതെ ഇത് സംരക്ഷിച്ചു? ഇതെങ്ങനെ നടന്നു? ഇതിങ്ങനെ കാരണം ഇവർ ഭരിച്ച സ്ഥലങ്ങൾ എല്ലാവരോടും മാറിയിട്ടുണ്ട്, ഭാരതം മാറിയിട്ടില്ല. നമ്മളെ ഈ സനാതന ധർമ്മത്തെ അവർക്ക് മാറ്റാൻ സാധിച്ചില്ല. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് നമ്മളെ ഇതേപോലെ അമ്മമാരാണ്. ഈ അമ്മമാർ സംരക്ഷിച്ചു നമ്മളുടെ വിശ്വാസത്തെ. കുട്ടികളെ വളർത്തി എങ്ങനെ വളരണം, നിന്റെ കർത്തവ്യം എന്താണ്, നീ എങ്ങനെ ജീവിക്കണം,
ഞാനും അങ്ങനെയൊക്കെ ജീവിച്ചതാണ്. വീട്ടിൽ ചിലപ്പോൾ ഭക്ഷണത്തിന് വകയില്ല എങ്കിലും ആ ക്ഷേത്രത്തിൽ പോയിട്ട് ഈ അരി അവിടെ പായസം വെച്ച് പ്രസാദം വെച്ച് ഈ കാണിക്ക ഇട്ടിട്ട് വാന്ന് പറഞ്ഞ കാലത്തെ വിളിച്ചോണത്തി വിടുവായിരുന്നു. അതേപോലെ ഞാൻ എൻ്റെ നാട്ടിൽ ചെങ്കൽ ആറയൂർ അഭേദാശ്രമം, അഭേദാശ്രമങ്ങളിൽ ഒരുപാട് രാത്രി ഞങ്ങൾ അവിടെ ചെലവഴിച്ചിട്ടുണ്ട്. ആ പരിസരത്ത് നമ്മൾ കളിച്ചിട്ടുണ്ട്. രാത്രി അവിടെ ശാഖയിൽ പോയിട്ടുണ്ട്. അവിടെ കുറെ അന്തേവാസികളുണ്ടായിരുന്നു എൻ്റെ കൂട്ടുകാരായി. ആ അന്തേവാസികൾ എന്ന് പറയുമ്പോൾ ആരുമില്ലാത്തവരെ ആശ്രമമാണെന്ന് പഠിപ്പിച്ചിരുന്നത്. അവരെല്ലാം വലുതായിട്ട് ഋഷി തുല്യരായിട്ടൊക്കെ മാറിയിട്ടുണ്ട്. കാരണം അവരുടെ കർത്തവ്യങ്ങൾ അവർക്ക് മനസ്സിലായി. എന്നെ പഠിപ്പിച്ചത് ഈ ആശ്രമമാണ്. ഈ ആശ്രമം എന്ന് പറയുന്നത് ഈ സ്വാമി ഇതെങ്ങനെയാണ്, ഇതെല്ലാം ഇവിടെ ഈ നാട്ടിൽ നമ്മളുടെ എപ്പോഴാണ് നമ്മളുടെ ഈ വിശ്വാസം അത് ഹാനികരമായി വരുന്നു ആ സമയങ്ങളിലൊക്കെ കൃഷ്ണൻ പറഞ്ഞതുപോലെ എപ്പോഴാണോ ആ ധർമ്മം വരുന്നു ആ സമയങ്ങളിൽ ധർമ്മം സംരക്ഷിക്കുവാൻ വേണ്ടി ഞാൻ ജന്മം നൽകുന്നു, ജന്മം എടുക്കുമെന്ന് പറയുന്നത് ഞാനെന്ന് പറയുന്നത് കൃഷ്ണനല്ല, അതേപോലെ വ്യക്തിത്വങ്ങളാണ്. അതേപോലെ ഒരു ജന്മം എടുത്തു എൻ്റെ നാട്ടിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ, ഇത് നിങ്ങൾ അറിയാതിരിക്കും, ചെങ്കൽ സ്വാമി മഹേശ്വരൻ എന്താ പറയും, ഞാൻ കൊച്ചിയിലെ കൃഷ്ണൻകുട്ടി എന്നായിരുന്നു അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. ഞങ്ങൾ ഒന്നിച്ച് കളിച്ചും പഠിച്ചും വളർന്നവരാണ്. അതൊരു അവതാരമാണ്. ഒരു ക്രിസ്ത്യൻ ഫാമിലിയിൽ പനകേറി ജീവിതം നയിക്കുന്ന ആ കുടുംബത്തിൽ മൂന്നാമത്തെ ഒരു മകനായിട്ട് തലയിൽ ജടയോടുകൂടി ആ കൊച്ചു വീട്ടിൽ ജനിക്കുക. കൊച്ചിലെ തന്നെ നോൺ വെജ് മീനും മാംസമൊക്കെ കൊടുക്കുമ്പോൾ അത് വായിൽ തുപ്പിക്കളയുക, കഴിക്കാതിരിക്കുക. പിന്നെ അത് വെറും ചോറ് മാത്രം കഴിക്കുക. 2 മുറിയുള്ള ആ വീട്ടിൽ ഒരു മുറിയിൽ നടുക്കൊരു കുറ്റു വളർന്നു വരിക. മുട്ടിട്ട് എഴയുന്ന സമയത്ത് തന്നെ കിട്ടുന്ന പൂവും പേപ്പറും ഒക്കെ എടുത്ത് അവിടെ കൊണ്ടുവച്ചിട്ട് അവിടെ ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുക. അവിടെയാണ് ഈ കുറ്റു വളർന്നു വന്നത്. നടക്കാൻ തുടങ്ങിയപ്പോൾ പച്ചലയും പൂവും ഒക്കെ പറിച്ചുകൊണ്ട് വന്ന് അവിടെ വന്നിരിക്കും. അങ്ങനെ ഈ കുറ്റു ദിവസം കാണുമ്പോൾ ആ വീട്ടുകാർ തുടച്ച് മാറ്റി. ഒരു ദിവസം അതിനകത്ത് സർപ്പം വന്നപ്പോൾ അവർ ഭയന്നു. പിന്നെയാണ് പോയിട്ട് ജ്യോത്സ്യന്റെ അടുത്ത് കേട്ടത്, എന്താ ഇങ്ങനെ ഒരു സംഭവമുണ്ട്. അദ്ദേഹത്തിന് ജടയുണ്ടായിരുന്ന ജട മുറിക്കാൻ പോയപ്പോൾ അതിൽ നിന്ന് രക്തം വന്നു. അപ്പൊ അത് മുറിക്കാൻ സാധിച്ചില്ല. പള്ളിയിൽ നിർബന്ധിച്ചു കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം പോകാൻ തയ്യാറായില്ല. കൊച്ചുകുട്ടിയായിരിക്കില്ല. അപ്പോഴാണ് ജ്യോത്സ്യർ പറഞ്ഞത്, ഇത് അസാധാരണ മനുഷ്യനാണ്, ആ കുട്ടി എന്താണ് ആഗ്രഹിക്കുന്നത് നിങ്ങളത് നിറവേറ്റി കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ വംശത്തിന് നാശം വരും. ഈ വംശം എന്ന് കേട്ടപ്പോൾ അത് ഭയന്നു. അങ്ങനെയാണ് കൃഷ്ണൻകുട്ടിക്ക് എന്ത് വേണോ അതൊക്കെ അച്ഛനമ്മ ചെയ്തു കൊടുക്കാൻ തുടങ്ങി. ഞാനും അദ്ദേഹമൊക്കെ ഒന്നിച്ച് നടന്ന് കളിച്ചും പഠിച്ചും ഒക്കെ വളർന്നു. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ മുംബൈയിൽ പോയി അദ്ദേഹം പൂജാകാര്യങ്ങൾ പഠിച്ച് അവിടെ ആ ക്ഷേത്രം എവിടെയാണ് ആ പുറ്റ് വളർന്നത്, ആ പുറ്റാണെന്ന് ശിവശക്തി ക്ഷേത്രമായിട്ട് ചെങ്കലിൽ നല്ല ഉണ്ട്. ഞാൻ തിരിച്ചു വന്നതിന് ശേഷമൊക്കെ അദ്ദേഹമായിട്ട് ക്ഷേത്രത്തിലേക്ക് പോകും. അതിനുശേഷം അദ്ദേഹം 114 അടിയിൽ ഒരു ലോകത്തിലെ റെക്കോർഡൊക്കെ സൃഷ്ടിക്കുന്ന രീതിയിൽ ഒരു ശിവലിംഗം ചെയ്യും. ഒരു എഞ്ചിനീയർ ഒന്നുമില്ല, അദ്ദേഹം ഞാനൊന്നുമല്ല, പക്ഷേ അദ്ദേഹത്തിന് അസാധാരണ കഴിവുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, കൃഷ്ണൻ പറഞ്ഞതുപോലെ പലരും ഈ നാട്ടിൽ ജന്മം കൊടുത്തു. അങ്ങനെയായിരുന്നു നമ്മളെ ശങ്കരാചാര്യർ ഇതേപോലെ ആശ്രമം നടത്തി ജീവിതത്തിൽ ഒന്നും ആഗ്രഹിക്കാതെയോ ഒരുപാട് കാര്യങ്ങൾ ഈ നാട്ടിനെ സമർപ്പിച്ചു പോയിട്ടുള്ള ആചാര്യന്മാരും ശ്രേഷ്ഠരും സ്വാമിമാരും. അങ്ങനെ അത് കണ്ണു കേട്ട് വളർന്ന ഒരു സാധാരണ വ്യക്തിയാണ് ഞാൻ. എനിക്കും എൻ്റെ കർത്തവ്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കി എന്നെ ഇപ്പം പരിചയപ്പെടുത്തുമ്പോൾ എല്ലാവരോട് ഹിസ്റ്ററിയൊക്കെ പറഞ്ഞു. അതൊന്നും അല്ല എൻ്റെ ഹിസ്റ്ററി. ആ ഹിസ്റ്ററിയൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് പഠിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ഞാൻ ഈ നാട് വിട്ടു പോയി. എനിക്ക് പഠിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ദൈവമായിട്ട് വിളിച്ചിട്ട് എനിക്കൊരു സ്കൂള് തന്നു. ഞാൻ പഠിച്ച സ്കൂളിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ്. അതിൻ്റെ പേരാണ് സായി കൃഷ്ണ. ഞാനൊരു സായിബാബ ഭക്തനൊക്കെയാണ്. മുംബൈയിലേക്ക് ഇരിക്കുമ്പോൾ കൈക്ക് കൊടുത്തിട്ടൊക്കെ ശിരടി പോകും. 8 മണിക്കൂറുള്ള ട്രാവലിങ് ഇതിലൊക്കെ പോകും. അത്ര അന്ന് പോകുമ്പോൾ ഒന്നുമില്ലായിരുന്നു അവിടെ. കുറച്ച് പട്ടികളും സാധാരണ ഒരു തുറന്നൊരു ക്ഷേത്രമായിരുന്നു. ഇന്ന് തിരുപ്പതിയെക്കാലമൊക്കെ കൂടുതൽ ക്രൗഡും വരുമാനമുള്ള ക്ഷേത്രമായിട്ടത് മാറി.
അങ്ങനെ ഒരു സായിബാബയുടെ ഭക്തനായിട്ടുള്ള നാട്ടിൽ എനിക്ക് സായി കൃഷ്ണ എന്നൊരു സ്കൂൾ വിളിച്ച് തന്നപ്പോൾ ഞാനത് ഒരു നിമിത്തമായിട്ടാണ്, ദൈവം തന്നൊരു വരമായിട്ടാണ് ഞാൻ ഏറ്റെടുത്തത്. എനിക്ക് കിട്ടാതെ പോയ വിദ്യാഭ്യാസം എൻ്റെ നാട്ടിൽ എല്ലാവർക്കും ഇന്നൊരു പ്രതിജ്ഞയാണ്, ചെങ്കൽ എന്ന സ്ഥലത്ത് +2 പഠിക്കാത്ത ഒരു കുട്ടികളും കാണില്ല എന്നുള്ളത്. ആ +2 കഴിഞ്ഞ് പോകുന്ന കുട്ടികൾ എങ്ങനെ ഇരിക്കണം, ഒരു ഹെൽത്തി സ്റ്റുഡൻസ് ആയിട്ട് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം. ഇന്നത്തെ പോകുന്നതായിട്ടുള്ള എഡ്യൂക്കേഷൻ തെറ്റാണ്. അത് നമുക്ക് പറയാൻ പറ്റിയ ആരും മാറില്ല. പക്ഷെ നമുക്ക് ചെയ്തു കൊടുക്കാം, കാണിച്ചു കൊടുക്കാൻ സാധിക്കും. ഇങ്ങനെ ഇരിക്കണം സ്കൂൾ, ഇതായിരിക്കണം കരിക്കുലം, ഇതായിരിക്കും നിങ്ങളുടെ സിലബസ്. കുട്ടികൾ എണീറ്റാൽ അവർക്ക് സ്പോർട്സ്, ആർട്ട്, അഗ്രികൾച്ചർ, എങ്ങനെ സ്വയം ജീവിക്കണം. ഞാനും 17 വയസ്സിൽ പോയി സ്വന്തമായിട്ട് മുമ്പിൽ പോയി ജീവിച്ച. അപ്പൊ എനിക്കൊരു ലക്ഷ്യമുണ്ട്, എൻ്റെ കുട്ടികൾ, ഈ നാട്ടിലെ കുട്ടികൾ അതിന് കഴിവുള്ളവരാണ്. അവർ കുറെ കൂടെ വിദ്യാഭ്യാസം കൊടുക്കുകയാണെങ്കിൽ അവർ ആരുടെയും സഹായമില്ലാതെ ജീവിക്കുന്നു. ഈ നാട്ടിൽ തൊഴിലവസരങ്ങളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരുപാട് കഴിവുള്ള കുട്ടികൾ ജനിക്കുന്നു, ഒരുപാട് നല്ല രീതിയിൽ എല്ലാവരും പഠിപ്പിക്കുന്നു. അതിനുശേഷം തൊഴിൽ തേടി വെളിനാട്ടിൽ പോകുമ്പോൾ ആ കുടുംബം ദുഃഖിതരാണ്. അങ്ങനെയാണ് ഈ ആശ്രമത്തിൽ അന്തേവാസികളൊക്കെ കൂടുന്നതൊക്കെ. അവരുടെ എല്ലാം പ്രയാസങ്ങളാണ്. അതെല്ലാം ഞാൻ കണ്ടും കേട്ടും. ഞാനും 2 വർഷം കഴിഞ്ഞിട്ടാണ് 17 വയസ്സിൽ പോയി 19 വയസ്സിൽ 2 വർഷം കഴിഞ്ഞാണ് ഞാൻ ബോംബെയിൽ തിരിച്ചു വന്നത്. അപ്പൊ തിരിച്ചു വന്നപ്പോൾ എൻ്റെ വീട്ടിന്റെ സ്ഥിതി, എൻ്റെ സഹോദരങ്ങളും അമ്മയും അച്ഛനും ഒക്കെ ഒരു ഉത്സവം പോലും, ഒരു ഓണം പോലും ആഘോഷിക്കാതെ, ഈവൻ ക്ഷേത്രത്തിൽ പോലും വഴിപാട് ചെയ്യാതെ, പൂജിക്കാതെ, അയ്യപ്പനെ വിളിക്കാതെ ഒരു മരണ വീട് പോലെയായിരുന്നു ആ 2 വർഷം ഉണ്ടായത്. ഇത് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഞാൻ മനസ്സിലാക്കി, ഇതേപോലെ അല്ലേ ബാക്കിയുള്ള വീടുകളൊക്കെ. ഓരോരുത്തരും കുട്ടികളെല്ലാം പഠിച്ചതിന് ശേഷം ഗൾഫിൽ, യൂറോപ്പിലൊക്കെ തൊഴിൽ തേടി പോകുമ്പോൾ ആ കുടുംബം സന്തോഷമായിട്ടല്ലല്ലോ ജീവിക്കും. പറയാൻ എളുപ്പമാണോ ഗൾഫിലാണ്, പക്ഷെ അച്ഛനും അമ്മയും ആ ഒരു വേർപാട് എനിക്കറിയാം. അതിനുശേഷം ഞാനൊക്കെ പോകുന്നു, 1 മാസം 10 ദിവസം നിന്നിട്ട് പോകുമെന്ന് അറിയുമ്പോൾ 2 ദിവസം മുമ്പേ അമ്മ പറഞ്ഞില്ല, രാത്രി മുഴുവൻ രാവും പകലും കരച്ചില്ല, പിന്നെ മകൻ വിട്ടുപോകും, ഇനി 1 വർഷം കഴിഞ്ഞല്ലേ വരൂ, ഇതൊക്കെ ആയിരുന്നു. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അന്ന് കൊടുത്താണ് വാക്കുകൾ, ഞാൻ തിരിച്ചു വരും, എനിക്ക് നഷ്ടപ്പെട്ട് എനിക്ക് നാട്ടിൽ കൊടുക്കണം. ആ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞാൻ വന്നിട്ട് ഇവിടെ ഈ നാട്ടിൽ വന്ന ഈ പറഞ്ഞതായിട്ടുള്ള കമ്പനിയുടെ പേരുകളൊക്കെ, അതൊക്കെ വേണ്ടി ഇവിടെ സ്ഥാപനം തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. ആ സ്ഥാപനങ്ങൾ തുടങ്ങി ലോകത്തിൽ ഒരുപാട് അവാർഡുകളും അപ്രിസിയേഷനൊക്കെ കിട്ടി. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. ഈ നാട്ടിൽ ഇത് ചെയ്താൽ ഇത് കിട്ടും, ഇതും യാഥാർത്ഥ്യമാണ്. ഇത് ചെയ്യാൻ തയ്യാറാവുന്നില്ല, ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഈ നാട്ടിൽ ഇങ്ങനെ തന്നെ വെച്ചിരിക്കണം. അതാണ് ചില ആൾക്കാരുടെ നിർബന്ധമായിട്ടുള്ള ചില രാഷ്ട്രീയം. അതിൽ നിന്നൊക്കെയാണ് നമ്മൾ മാറേണ്ടത്. നമ്മൾ പൂജ ചെയ്ത് പ്രാർത്ഥിക്കുന്നതിനോട് കൂടി നമ്മൾ പ്രവർത്തിക്കുവാനും തയ്യാറാവണം. നമ്മൾ പ്രവർത്തിക്കുവാൻ തയ്യാറാണ്. ഈ തെറ്റിനെ തെറ്റാണെന്ന് പറഞ്ഞാൽ തിരുത്തണം. ഇതിന്റെ കൂടെ ഇരിക്കുന്ന അവിടുത്തെ നല്ലൊരു പ്രവർത്തകനാണ്, നിങ്ങളുടെ കോർപ്പറേഷന്റെ നല്ലൊരു വാർഡ് മെമ്പറാണ്. അദ്ദേഹം നല്ലൊരു പിന്നെ അധ്വാനിയും കൂടെയാണ്. ഞാനത് കേൾക്കുമ്പോൾ എല്ലാവരും അവിടെ നിങ്ങളുടെ കൺവെൻഷൻ സെന്ററിൽ മാക്സിമം ഇദ്ദേഹത്തിൻ്റെയാണ് ഹോസ്പിറ്റാലിറ്റി, കല്യാണങ്ങളിലെല്ലാം സദ്യകളും അദ്ദേഹം കൂടെ നിൽക്കും. പ്രവർത്തനമാണ്, സ്വയം തൊഴിലാണ്, എനിക്ക് ചെയ്യുവാൻ സാധിക്കും. ആരെയും ഡിപ്പെൻഡ് ചെയ്യും. ബാക്കിയുള്ള രാഷ്ട്രീയക്കാർ എന്ന് പറഞ്ഞാൽ രസീത് ബുക്ക് അടിച്ച് കഷ്ടത്ത് വെച്ച് ആളുകളെ ഭയപ്പെടുത്തി പൈസയും പിരിച്ചുകൊണ്ടാണ്. ഇതാണ് വ്യത്യാസം. നമ്മൾ സേവകരാണ്, നമ്മൾ സേവിക്കണം. ഇതാണ് നമ്മളുടെ പൂർവികർ നമ്മളെ പഠിപ്പിച്ചത്. നമുക്ക് തന്നിട്ടുള്ള ഈ സനാതന ധർമ്മം ലോകത്തിലെ ഏറ്റവും നല്ല ധർമ്മമാണ്. അത് അറിയണമെങ്കിൽ നമ്മൾ ഈ നാട് വിട്ട് വെളിയിൽ പോകണം. ഈ ഹരേ രാമ ഹരേ കൃഷ്ണ പ്രസ്ഥാനം നടത്തുന്ന സ്വാമിമാർ എല്ലാവരും അമേരിക്ക, യൂറോപ്പിലുള്ളവരാണ്. വലിയ റിച്ച ആൾക്കാരാണ്. അവരെല്ലാം ഫുൾ ടൈം തല മുണ്ടനം ചെയ്ത് ഇവിടെ ഒരു ചിഹ്നം വെച്ച് കയ്യിൽ ചിങ്കി അടിച്ച് ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന് വെയിലത്ത് നിന്ന് പാടി ബോംബെയിലെ സ്ട്രീറ്റിലൊക്കെ ബുക്കുകളൊക്കെ വിൽക്കുന്നത് കാണുമ്പോൾ നമ്മൾ അയ്യോ ഇത് നമ്മളെ ധർമ്മമല്ലേ, നമ്മളെ സനാതന ധർമ്മമല്ലേ, നമ്മളെ കൃഷ്ണന്റെ സ്റ്റോറിയൊക്കെ ഇത് ഇവരാണല്ലോ വിൽക്കുന്നത്. നമ്മൾ ഇതിന് തയ്യാറാവുന്നില്ലല്ലോ. ഒരു നല്ലൊരു കുറിയൊക്കെ ഇട്ട് തലയുണ്ട്. നമ്മൾ അച്ഛനും അമ്മ മരിച്ചാൽ പോലും മുടിയെടുക്കാൻ പഠിക്കുന്നല്ലോ. ഇത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ ഇത് മനസ്സിലാക്കുന്നത്
കണ്ടല്ല ഇത് മനസ്സിലാക്കാൻ ആരും സമ്മതിക്കുന്നില്ല. നമ്മൾ കുറിയിട്ട് പോകാൻ പോലും ഇപ്പൊ ആൾക്കാർ ഭയന്ന് തുടങ്ങി. നമ്മുടെ ദേവസ്വത്തിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മിനിസ്റ്ററും എന്നൊക്കെ പറയുന്നത് അവര് ആ ദേവസ്വത്തിന്റെ ഉത്തരവാദിത്തം അവര് പോലും കുറിയിടുക, ക്ഷേത്രത്തിൽ കയ്യും കെട്ടി നിൽക്കുക, പ്രസാദം കൊടുക്കുമ്പോ അടുത്ത് കളയുക, ഇവരെയൊക്കെയാണല്ലോ നമ്മൾ അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളുടെ ക്ഷമയുടെ ആഴത്തട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ പ്രാർത്ഥിക്കുകയല്ല, നമ്മൾ പ്രവർത്തിക്കുകയാണ്. നമ്മൾ അമ്മമാരിറങ്ങിയ മാത്രം. അമ്മ എന്ന് പറയുന്നത് സൃഷ്ടിയാണ്, ശക്തിയാണ്. അത് ചിലർ കളിയാക്കിയിട്ടുണ്ട് രാഷ്ട്രീയത്തിലൊക്കെ. ഇന്ന് അമ്മമാർക്കും ശക്തിക്കും സഹോദരങ്ങൾക്കും പെണ്ണായിട്ട് ജനിക്കുന്നത് വളരെ ഒരു അലങ്കാരമായിട്ട് തോന്നുന്ന രീതിയിലാണ് നമ്മുടെ രാജ്യം. ഇന്നത്തെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ അമ്മമാർക്കും സഹോദരന്മാർക്കുമാണ് മുൻഗണന. ഞാൻ എൻ്റെ കുടുംബത്തിൽ എൻ്റെ മകനേക്കാളും കൂടുതൽ സ്നേഹിക്കുകയും റെസ്പെക്ട് ചെയ്യുക ആദരിക്കുന്നതൊക്കെ എൻ്റെ മകൾക്കാണ്. ഒരു കഴിവുണ്ട്. ആ കഴിവുകൾ നമ്മൾ വെളിയിലെടുക്കുവാൻ നമ്മൾ സമ്മതിക്കാത്തതുകൊണ്ടാണ്. ഇത് സമ്മതിക്കണം. അതാണ് കാലത്തിൽ വരേണ്ട മാറ്റം. ഇത്രയും കഷ്ടപ്പെട്ട് ജീവിതം ഇതിലേക്ക് സമർപ്പിക്കുമ്പോൾ ഇങ്ങനെയുള്ള അന്തേവാസികളെ നമ്മൾ കൊണ്ടുവന്ന് അവരെ ആദരിക്കുകയും അവർക്ക് എന്താണ് കൊടുക്കുവാൻ സാധിക്കുക അതൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് പൈസയും വരുമാനം ഉണ്ടായിരുന്നിട്ടൊന്നുമല്ല. അവർക്കൊരു ഉള്ളിലുള്ള അവരുടെ ലക്ഷ്യബോധമാണ്. ആ ബോധത്തിന് വേണ്ടി ശ്രമിക്കുന്ന പ്രവർത്തിക്കുന്ന ഇങ്ങനെ ആശ്രമം അതിലെനിക്കിന്ന് വരാനും നിങ്ങളോടൊത്ത് ഇങ്ങനെയൊക്കെ കുറച്ചൊക്കെ കാര്യങ്ങൾ ഷെയർ ചെയ്യുവാൻ സാധിച്ചതിൽ വളരെ സന്തോഷമാണ്. എനിക്ക് വലിയ സന്തോഷം ഇങ്ങനെയുള്ളവരോട് കൂടുക. ഞാൻ എൻ്റെ ഒരു പൈസ ഹോട്ടലുണ്ടെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല, ഞാൻ ഒരു സ്റ്റാഫിൻ്റെ കൂടെ അവരുടെ ഫുഡാണ് കഴിക്കുന്നതൊക്കെയാണ്. അവരുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. അവർക്ക് വേണ്ടിയാണ് ഞാൻ ബിസിനസ് ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് നഷ്ടപ്പെട്ടത്. കാരണം ഇന്ന് 2000 കൂടുതൽ ആൾക്കാർ തൊഴിലും 2000 കൂടുതൽ കുടുംബങ്ങൾ അവരുടെ അച്ഛനമ്മയുടെ കൂടെ അവരിവിടെ ഈ നാട്ടിൽ ജീവിക്കുന്നില്ല. അല്ലെങ്കിൽ അവരൊക്കെ നാട്ടിലേക്ക് പോകാൻ ഇത് നമുക്ക് ചെയ്യുവാൻ സാധിക്കും. അപ്പൊ നമ്മളെ ഗവൺമെന്റും ഇതുവരെ ഭരിച്ചിരുന്നവരൊന്നും ചെയ്തില്ല. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. അവരെല്ലാം അവരുടെ രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടി അവരുടെ സമുദായങ്ങൾ നടത്തിയിട്ട് അവരുടെ ഓരോരോ ഗ്രൂപ്പായിട്ട് ആ അവരുടെ കുടുംബ രാഷ്ട്രീയങ്ങളായിരുന്നു ഇതൊക്കെ നടത്തിയിരുന്നത്. നമ്മളൊരു അടിമകളെ പോലെ അവരെല്ലാം വോട്ടിട്ട് അവരെന്തെങ്കിലും തരയാണോ അവരെ തെറ്റിനൊന്നും തിരുത്താനോ നമ്മളൊക്കെ ചൂണ്ടിക്കാണിക്കാനോ പോകില്ല. അഥവാ പോയാൽ നമ്മളെ ഒറ്റപ്പെടുത്തും, നമ്മളെ ശല്യപ്പെടുത്തും, നമ്മൾ എന്തിനാ അതിൽ പോകുന്നത് എന്നുള്ളതൊക്കെ ആയിരുന്നു. ഇതല്ല റോഡ് കാലം മാറി, നമ്മൾ മാറുന്നു, ഭാരതം മാറുന്നു. ഇത് നമുക്ക് വളരെ സന്തോഷമാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും വർഷം പോയെങ്കിലും ഇനി വരാൻ പോകുന്ന ദിവസങ്ങളെല്ലാം ഭാരതത്തിന്റെ ആയിരിക്കും. അതിൽ അഭിമാനമുണ്ട്. അതേപോലെ ഈ ആശ്രമങ്ങളിലും ഇതൊക്കെ ചെയ്തിരുന്ന അവരുടെ എല്ലാം ആ ആദരവും അവർ ചെയ്തുള്ള ആ പുണ്യകർമ്മങ്ങളെല്ലാം നാം എന്നും അവരെ ആദരിക്കുകയും അവരെ പുണ്യകർമ്മകർത്താക്കളായിട്ടും അവരെ ശ്രേഷ്ഠ വ്യക്തികളായിട്ടും നമുക്ക് വേണ്ടി ജീവിച്ചവരായിട്ടും നമ്മൾ കണ്ട് അവരെല്ലാം വണങ്ങാനും അവർക്കെല്ലാം ആദരവ് കൊടുക്കുവാനും ഇങ്ങനെയുള്ള ആശ്രമങ്ങൾ നമുക്ക് സാധിക്കട്ടെ. നഷ്ടപ്പെട്ടത് നമുക്ക് നാട്ടിൽ തിരിച്ചു വരട്ടെ. എന്നെ വിളിച്ച് ഈ ഇങ്ങനൊരു സംഭവത്തിൽ ഇതിന്റെ മുഖ്യ പ്രഭാഷണം നടത്തുവാൻ വന്ന ഈ അവസരത്തിന് ഒരിക്കൽ കൂടി ഞാൻ കുഞ്ഞലക്ഷ്മി ചേച്ചിയെ ആദരിക്കുന്നു, അവരെ റെസ്പെക്ട് ചെയ്യുന്നു. ഒരുപാട് പ്രാവശ്യം എന്നെ വിളിച്ച് ഞാൻ ബോംബെയിലായിരുന്നിട്ട് ഇന്നലെ ഓടിയെത്തിയത് ഇതിലേക്ക് അറ്റൻഡ് ചെയ്യാൻ മാത്രം വേണ്ടിയിട്ടാണ്. ഞാൻ ഒരിക്കലും കേട്ടില്ല അവിടെ എത്ര ആൾക്കാരുണ്ട്, എത്ര ഫംഗ്ഷനാണ്, ഒന്നുമല്ല. ഇത് എൻ്റെ ഒരു കർത്തവ്യമായിട്ട് എനിക്ക് തോന്നി. അതിലൂടെ നിങ്ങളെയൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നി. ഞാനും സ്വാമി ഒരുപാട് പ്രാവശ്യം സ്റ്റേജ് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നാണ് ഞാൻ ഇവിടെ വരുന്നതൊക്കെയാണ്. ഞാനൊരു ഹിന്ദു സമ്മേളനം നടത്തുമ്പോൾ എല്ലാ സ്വാമിയും കൂടി വിളിക്കാറുണ്ട്. സ്വാമി ഇതിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മളെ വിശ്വാസത്തെ സംരക്ഷിക്കേണ്ടതും നമ്മളെ സംരക്ഷിക്കേണ്ടത് നമ്മളെ ഈ ഭാരതത്തെ സംരക്ഷിക്കേണ്ടതും നാം നമ്മുടേതായിട്ടുള്ളതെന്ന് പറയുമ്പോൾ നമ്മുടേതായുള്ള സനാതന ധർമ്മം അതിൽ ജനിച്ചതും അതിൻ്റെ ഒരു ഭാഗമായ ഈ നാട് ഭാരതം എന്ന് പറയുന്ന ഈ പുണ്യഭൂമിയിൽ ജനിച്ചതിന് ഒരുപാട് ദൈവം കടാക്ഷം ഉള്ളവരാണ്. വളരെ വേറെ ആൾക്കാരെ കിട്ടുന്നത്. ലോകം ആഗ്രഹിക്കുന്നു ഭാരതത്തിൽ ജനിക്കുവാനും ഭാരതീയനാവാനും ഈ സനാതന ധർമ്മത്തെ നിലനിർത്തുവാനും അതിൻ്റെ ഒരു ഉൾക്കൊള്ളുവാനും വേണ്ടിയിട്ട് ലോകം ആഗ്രഹിക്കുമ്പോൾ നമ്മളെ മനസ്സിലാക്കുന്നില്ല. അതാണ് നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത്. നാം ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കേണ്ടത്. എല്ലാവർക്കും ഒരായിരം നന്ദി. നമസ്തേ. വളരെ വളരെ നന്ദി സർ. ആശംസാ ഭാഷണത്തിനായി ശ്രീ വി സുകുമാർ സാറിനെ ക്ഷണിച്ചു.
ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഈ ആശ്രമത്തിൻ്റെ ആചാര്യനായ മഠാധിപതിയായ സ്വാമി ഹരിഹരാനന്ദ സരസ്വതി സ്വാമി, അതുപോലെ നമ്മുടെ മുഖ്യ പ്രഭാഷണം നടത്തിയ ഇതിൽ ഏറ്റവും കൂടുതൽ പഠിച്ചുകൊണ്ട്, അതായത് അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള വളർച്ചയെ ദൂരെ മാറുമെന്ന് മറ്റു പലരും പറഞ്ഞു കേട്ട് പഠിച്ച് വളർന്നു വന്ന് മറ്റു പലർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു ഉന്നതനായ ഒരു വ്യക്തി തിരുവനന്തപുരത്തിൻ്റെ സ്വന്തമാണ് ശ്രീ രാജശേഖരൻ ചേട്ടൻ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആശ്രമവാസികളെ, അതിൻ്റെ സംഘാടകരെ, സമിതികളെ, എല്ലാവർക്കും നമസ്കാരം. ബോധാനന്ദ സരസ്വതി സ്വാമികളുടെ ജന്മദിനാഘോഷം നമ്മൾ ആഘോഷിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഹോൾ ശരിക്കും നല്ല രീതിയിൽ അത്രയ്ക്ക് ആൾക്കാർ ആശ്രമത്തിൽ വന്നു പോകുന്നവരാണ്. ഹോൾ നിറഞ്ഞു വരേണ്ടതാണ്. അപ്പോൾ അത് വേണ്ടത്ര രീതിയിലുള്ളൊരു പ്രവർത്തനങ്ങൾ നമ്മൾ നടത്താൻ കഴിയില്ലെന്ന് തോന്നുന്നു. എന്തായാലും സ്വാമിയുടെ ഈ ജന്മദിനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ ആഘോഷ പരിപാടിയിൽ പ്രധാനമായിട്ടും നമ്മൾ ഊന്നൽ കൊടുത്തിട്ടുള്ളത് നമ്മുടെ സമൂഹത്തിലെ നിർദ്ധനരായിട്ടുള്ള സാധാരണക്കാരായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ ചെറിയൊരു കൈസഹായം കൊടുത്തുകൊണ്ട് അവരെ സന്തോഷിപ്പിച്ചു വിടുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ട്. അപ്പോൾ അന്നദാനം അല്ലെങ്കിൽ ദാനം നമ്മൾ മറ്റുള്ളവർക്ക് സേവനങ്ങൾ ചെയ്യുന്ന സമയത്ത് സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഉന്നതരായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് നമ്മൾ പണം സ്വീകരിച്ചുകൊണ്ട് അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് നമ്മൾ, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ആവശ്യമുണ്ടെന്ന് കരുതുന്നവരിലേക്ക് നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ടാണ് അവർക്ക് വേണ്ട സഹായം ചെയ്യാൻ വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കാരടി പോലുള്ള സ്ഥലത്ത് ഞാൻ ഇതിന് മുമ്പൂടെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരടിയിൽ നമുക്ക് ഏതാണ്ട് 6-7 വീടുകളിലാണ് അതിദാരിദ്ര്യ രേഖ പട്ടികയിലുള്ളത്. നമ്മുടെ നാട്ടിനകത്ത് നമ്മുടെ ഡിസ്ട്രിക്ട് സമയത്ത് 6 വീട്ടുകാർക്ക് അതിദാരിദ്ര്യ രേഖ പട്ടിക നോക്കുന്ന സമയത്ത് ആ വീട്ടിലുള്ള ആൾക്കാർക്ക് റേഷൻ കാർഡില്ല, സ്വന്തമായിട്ട് അവർക്ക് ബാങ്ക് പാസ്ബുക്ക് ഇല്ല, വീട്ടിൽ കറണ്ടില്ല, വെള്ളമില്ല. അപ്പോൾ ഇതിന് റേഷൻ കാർഡ് ഉണ്ടോ എന്ന് പോലും അവർക്ക് അറിയില്ല, തിരിച്ചറിയൽ കാർഡ് ഉണ്ടോ എന്ന് പോലും അവർക്ക് അറിയില്ല. അവരവരുടെ വീടിനകത്തിരുന്നു കൊണ്ട് അവർ ജീവിക്കുകയാണ്. ഒരു വീട്ടിനകത്ത് 3 പേരുണ്ടെങ്കിൽ 3 പേരും രോഗികളാണ്. അവർക്ക് ആരെങ്കിലും അപ്പുറം ഇപ്പുറമുള്ള വീട്ടുകാരുണ്ടെങ്കിൽ ഭക്ഷണം കൊണ്ട് വച്ചിട്ട് പോകുന്ന സമയത്ത് അതിനെടുത്ത് അവർ കഴിക്കുന്നു, അല്ലാതെ അവർക്ക് പുറം രോഗമായിട്ട് യാതൊരു ബന്ധമില്ല. അങ്ങനെയുള്ള 6 വീട്ടുകാർ നമ്മുടെ വാർഡിലാകുന്നുണ്ട്. പക്ഷേ ഇന്ന് ആ 6 വീട്ടുകാർക്ക് നമ്മൾ കുടിവെള്ളത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ ജലജീവൻ മിഷൻ പദ്ധതി പ്രകാരം നമ്മൾ കുടിവെള്ള കണക്ഷൻ കൊടുത്തു. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ നിർദ്ദേശപ്രകാരം അതിദാരിദ്ര്യ രേഖയിൽ പട്ടികപ്പെടുത്തിക്കൊണ്ട് അവർക്ക് 1-2 പേർക്ക് സ്വന്തം സ്ഥലമില്ല, അവർക്ക് സ്ഥലം കൊടുക്കാനൊരു സംവിധാനം ഒരുക്കി. പക്ഷെ ഇങ്ങനെ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് വളരുക? അവർ വാങ്ങിക്കൊണ്ടിരിക്കും, അവരെടുത്തിരിക്കും. അപ്പോൾ അവർക്ക് ജീവിക്കാനുള്ള ഒരു സൗകര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനമായിട്ട് നമ്മുടെ സമൂഹത്തിൻ്റെ കടമ. അപ്പോൾ നമ്മളിതിന് കാലാകാലങ്ങളിൽ നമ്മളല്ലെങ്കിൽ വേറൊരു സൊസൈറ്റി, അല്ലെങ്കിൽ വേറൊരു ആശ്രമം, അല്ലെങ്കിൽ വേറൊരു സന്നദ്ധ സംഘടന, അല്ലെങ്കിൽ വേറൊരു രാഷ്ട്രീയ പാർട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ആയിരിക്കും, ഇങ്ങനെ മാറി മാറി നമ്മളിങ്ങനെ ഒരേ വീട്ടിൽ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നാൽ അവരെങ്ങനെ മാറും, അവരെങ്ങനെ വളരും, അവരെങ്ങനെ സ്വയം പര്യാപ്തതയിൽ എത്തിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള പദ്ധതികളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വാർഡിനകത്ത് നമ്മൾ അതിനെക്കുറിച്ചാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ നമുക്ക് അവർക്ക് വീട്ടിൽ നിന്ന് സ്വയം അവർക്ക് സാമ്പത്തികമായിട്ട് ഉയരാൻ വേണ്ടിയുള്ള കൈത്തൊഴിലുകൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അവർക്ക് വേറെ എന്തെങ്കിലും കൂടെ നിർമ്മാണമോ അല്ലെങ്കിൽ തയ്യൽ സംവിധാനങ്ങളോ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. നമ്മൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ളൊരു ചിന്തയിലേക്ക് പോകുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എങ്കിൽ കുറച്ച് കൂടുതൽ നമ്മൾ താല്പര്യം കാണിക്കേണ്ടത് നമ്മൾ എന്നുമൊന്നും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സംവിധാനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അവരെയും കൂടെ ജീവിക്കാൻ വേണ്ടി പഠിപ്പിക്കുക, അവരെ വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ പോകണം. മാത്രമല്ല നമ്മുടെ സംഘത്തിൻ്റെ അതിൻ്റെ അടുത്ത കാലത്ത് അന്തരിച്ചു പോയാണ് ആർ ഹരി എന്ന് പറയും, രംഗാ ഹരി എന്ന് പറയും. അദ്ദേഹം നമ്മുടെ സംഘത്തിൻ്റെ അഖില ഭാരതീയ
ബൗദ്ധികൃഷ്ണ പ്രമുഖൊക്കെ ആയിരുന്നു, സംഘത്തിൻ്റെ ദീർഘകാലം പ്രാന്ത പ്രചാരക്കായിരുന്ന ആളായിരുന്നു. അദ്ദേഹം എഴുതിയ പുസ്തകത്തിന് ഒരു 2 ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിർത്താം ഈ ആശംസാ പ്രസംഗം. അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഹിന്ദു പാലിക്കേണ്ടതായ 2 കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒന്നാമത്തത് സദ്ഗുണ വൈകൃതം എന്നുള്ളൊരു വാക്കാണ്. സദ്ഗുണ വൈകൃതം എന്നുള്ള സമയത്ത് നമ്മളെല്ലാവരും അദ്ദേഹം പറഞ്ഞൊരു ഉദാഹരണം എനിക്ക് ഓർമ്മ വരുന്നത്, അദ്ദേഹം ഒരു ഗുരുവായൂർ ക്ഷേത്രത്തിൽ തൊഴാൻ പോയിട്ട് വരുന്ന വഴിക്ക് അദ്ദേഹം ബസ്സിൽ കയറി. അപ്പോഴാണ് അദ്ദേഹം ഒരു കരൂർ നമ്മുടെ കാര്യത്തിലാണ് താമസം. ഗുരുവായൂർ പോയിട്ട് ബസ്സിൽ വരുന്ന വഴിക്ക് ഒരു ഭാര്യയും ഭർത്താവും നല്ല 2 കുട്ടികളും അടങ്ങുന്ന ഒരു കുടുംബം നെറ്റിയിൽ നല്ല കുറിയെല്ലാം ഇട്ട് ഗുരുവായൂരപ്പനെ നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിച്ച് നന്ന കുറിയെല്ലാം ധരിച്ച് അങ്ങനെ ആ ബസ്സിൽ യാത്ര ചെയ്യുക. ആ സമയത്ത് അടുത്ത ബസ് സ്റ്റോപ്പിൽ ഗർഭിണിയായ ഒരു സ്ത്രീ ആ ബസ്സിൽ കയറുക. അവ കയറിയ സമയത്ത് ആ സ്ത്രീക്ക് ആ അമ്മയ്ക്ക് അതിനകത്ത് കസേരയില്ല, ഇരിക്കാൻ ആ സീറ്റില്ല ബസ്സിൽ. അപ്പോൾ അവരെന്ത് ചോദിച്ചാൽ 1 പ്രാവശ്യം ആ ബസ്സിൻ്റെ ബസ്സിന് വേഗത്തിൽ വളർന്നു തിരിഞ്ഞു പോയ സമയത്ത് വിടാനുള്ള ഒരു ശ്രമം നടന്ന സമയത്ത് അവരെന്ത് ചെയ്ത് തൊട്ടടുത്തിരുന്ന ആ കസേരയുടെ കയ്യിൽ പിടിപിടിച്ചു. ആ ബാക്കിലുള്ള കമ്പി പിടിപിടിച്ചു, വില വിടാതിരിക്കും. ഈ പിടിച്ച സമയത്ത് അവരുടെ കൈ നേരെ അവരുടെ ഫ്രണ്ടിൽ ഇരുന്ന ആ മുതിർന്ന അല്ലെങ്കിൽ അവരുടെ ആ കുടുംബനാഥൻ്റെ തലയിൽ തട്ടുകയും അദ്ദേഹം അവരുടെ ദേഷ്യപ്പെടുകയും. അവർ ബസ് നിറച്ച ആളാണ്, ഇരിക്കാൻ സ്ഥലവുമില്ല, സീറ്റുമില്ല, ഫുള്ളാണ്. അപ്പോൾ ഈ ഗർഭിണിയായ സ്ത്രീ നേരെ വന്ന് അപ്പോൾ അടുത്തിരുന്ന ഒരാൾ പറഞ്ഞു, ഒരു വയസ്സായ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എണീറ്റ് കൊടുത്തില്ല, നിങ്ങളുടെ ഭാര്യ അടുത്തിരിക്കില്ല, ഇവരെയും കൂടെ ഇരിക്കുന്നേ. അപ്പോൾ അവർ പറ്റൂല, എൻ്റെ മകന് 2 ടിക്കറ്റ്, എനിക്ക് എൻ്റെ ഭാര്യയ്ക്കും മാത്രം 2 ടിക്കറ്റ് എടുക്കേണ്ട. ഞാൻ ഈ കണ്ണിൽ ചോരയില്ലാത്ത ഈ കണ്ടക്ടർ എൻ്റെ 2 മക്കൾക്ക് ടിക്കറ്റ് എടുപ്പിച്ചു, 4 ടിക്കറ്റ് എടുപ്പിച്ചു. അതുകൊണ്ട് എൻ്റെ മക്കളെ ഞാൻ കസേര അവർ ഫ്രണ്ടിൽ 2 കസേര മക്കളെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഹരിയേട്ടൻ പറഞ്ഞു വെച്ചാൽ സാക്ഷാൽ ഗുരുവായൂരപ്പനാണ് ഈ അമ്മയുടെ ഗർഭിണിയുടെ വയറ്റ് പറഞ്ഞാൽ പോലും ഒരു എണീറ്റ് കൊടുക്കില്ല. കാരണം ഗുരുവായൂരപ്പനെ കണ്ടിട്ട് വരിക. അപ്പോൾ നമ്മൾ ഭക്തിയും അല്ലെങ്കിൽ നമ്മൾ ആരാധനയും നടക്കുന്ന സമയത്ത് നമുക്ക് മനുഷ്യത്വം എന്നൊരു സംഭവം നമ്മുടെ ഉള്ളിൽ വേണ്ടതാണ്. അതെങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്കാലത്ത് ഇത്തരത്തിലുള്ള നമ്മുടെ കുടുംബങ്ങളിലെ അമ്മമാരും അല്ലെങ്കിൽ മുതിർന്നവരും പറഞ്ഞ് പഠിപ്പിച്ചെടുത്ത് സഹജീവികളെ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു കുട്ടിക്ക് ഒരു പൂച്ചയ്ക്ക് എത്തി കഴിഞ്ഞാൽ ചോറ് കൊടുക്കാൻ പോകണമെങ്കിൽ ഇവിടെ അമ്മ വഴക്കൂടെ എന്തിനാ കൊടുക്കണമെങ്കിൽ. അപ്പം അങ്ങനെ നമ്മൾ പ്രകൃതിയെയും പക്ഷി മൃഗാദികളെയും എല്ലാം തന്നെ കുഞ്ഞുനാളിലെ ഇതെല്ലാം കൊടുക്കുന്നതിന് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കാരണം പ്രകൃതിയുമായിട്ട് അവൻ ചേരുകയും സഹജീവിയോട് കരുണയുണ്ടെങ്കിൽ മാത്രമേ അവന് മനുഷ്യരോടുള്ള സ്നേഹം തോന്നൂ. ആദ്യം അവൻ പഠിക്കുന്നത് അവൻ താഴെ മണ്ണിൽ ഇടയാനാണ് പഠിക്കുന്നത്. ആ മണ്ണിലെ ഒരു ഉറുമ്പിനെ അവൻ പിടിക്കാൻ തുടങ്ങുവാൻ. പിന്നെ ഊരുന്നതിന് എന്തൊക്കെയാണ് അത് നടന്നു പോകുന്നത് അതിനെല്ലാം പിടിക്കാൻ ശ്രമിക്കും കുഞ്ഞ്. പിന്നെ അവസാനമാണ് അത് പിടിച്ച് വലുതായി അവൻ എണീറ്റ് നിന്ന് അവൻ അച്ഛനെ അമ്മയെ പിടിക്കാൻ തുടങ്ങും. അതുവരെ നമ്മൾ അവനെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അവൻ ആദ്യം പ്രകൃതിയുമായിട്ട് ചേർന്ന് വളർന്നു വരുന്ന സമയത്ത് ആ പ്രകൃതിയെ സ്നേഹിക്കാനും സഹജീവികളെ സ്നേഹിക്കാനും അങ്ങനെ അവർക്ക് സേവനം ചെയ്യാനൊരു മനസ്സുണ്ടാക്കിയെടുക്കണം. അങ്ങനെ വളർന്നു വന്ന പുണ്യപുരുഷന്മാരാണ് ഈ പറഞ്ഞ നമ്മുടെ ശ്രീബുദ്ധനെയും അതുപോലെയുള്ള ആചാര്യന്മാരെയും ശങ്കരാചാര്യരെ പോലൊക്കെ നമ്മൾ വായിക്കുന്ന സമയത്ത് അവരുടെയൊക്കെ ജീവിതകഥകൾ വായിക്കുമ്പോൾ കുട്ടിക്കാലത്തെല്ലാം അവരിതെല്ലാം ചെയ്തു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായും നമ്മൾ സദ്ഗുണ വൈകൃതം എന്നുള്ള സമയത്ത് നമ്മൾ ഗുണം ചെയ്യണം. നമ്മളെല്ലാം ചെയ്യുന്ന സമയത്ത് അതിനകത്ത് വൈകൃതം കുറ്റങ്ങൾ ഉണ്ടാവാതെ നോക്കണം. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ കൊടുക്കുന്ന ഒരു കാര്യം കൊടുക്കുന്ന സമയത്ത് നല്ല ആൾക്കാർക്കാണോ കൊടുക്കുന്നത്, ഗുണം ചെയ്യുന്ന ആളാണോ കൊടുക്കുന്നത്, അത് നമ്മൾ തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള നമ്മൾ നല്ല ഈ ബോധാനന്ദ സ്വാമികളുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നമ്മൾ സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ ഇനിയും കാണിക്കാത്ത ആശ്രമങ്ങൾ ഒരുപാട് വരണമെന്ന്. കാരണം അങ്ങനെയെങ്കിൽ 10 വീടുകളെ 100 വീടുകളെ 200 വീടുകളെ ആശ്രമത്തിൻ്റെ കീഴിൽ കൊണ്ടുവന്നുകൊണ്ട് കുറേ നല്ല കാര്യങ്ങൾ പഠിപ്പിച്ച് അവർ നല്ല ചിന്തയോട് വളർന്നു വന്നു കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ നമുക്ക് മാറ്റം കൊണ്ടുവരാൻ പറ്റും. നേരത്തെ നമ്മുടെ രാജചന്ദ്രൻ പറഞ്ഞതുപോലെ ഈ രാജ്യത്തെ ആക്രമിക്കാമെന്നുള്ള വിദേശികളായിട്ടുള്ള ആൾക്കാരും ഡച്ചുകാരായാലും ഗുണന്മാരായാലും ശാഖന്മാരായാലും വിമണന്മാരായാലും ഇവരെല്ലാവരും തന്നെ എന്തെല്ലാം ആയിരക്കണക്കിന് ആക്രമണം നേരിട്ട ഈ ഭാരതം ഇന്നും ഇതേപടി നിലനിൽക്കുന്നതിൻ്റെ കാരണം നമ്മുടെ ഈ രാഷ്ട്രം ഹിന്ദു എന്ന് പറയുന്ന ഈ രാഷ്ട്രത്തിനകത്തുള്ള 600 നാട്ടുരാജ്യങ്ങളിലായിട്ടുള്ള 600 നാട്ടുരാജ്യങ്ങൾ 1.5 ലക്ഷത്തോളം വരുന്ന ഗുരുകുല വിദ്യാഭ്യാസവും അതുവഴി നമ്മുടെ ഗുരുക്കന്മാരുടെ ആചാര്യന്മാരുടെ കഥകളും അല്ലെങ്കിൽ അവിടെ പഠന സംവിധാനങ്ങളുമാണ് ഇന്ന് നമ്മൾ ഈ ഭാരതത്തിൽ നിലനിർത്തിയത്. തീർച്ചയായും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പുണ്യപുരുഷന്മാരെല്ലാം തന്നെ വളർത്തിക്കൊണ്ടുവന്നത് നമ്മുടെ ഗുരു പരമ്പര തന്നെയാണ്. അത്തരത്തിൽ ഇന്നത്തെ ഈ
ഈ നമ്മുടെ ശ്രേഷ്ഠനായിട്ടുള്ള ബോധാനന്ദ സ്വാമി സരസ്വതിയുടെ ജന്മദിനത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. ബോധാനന്ദ സേവാ സൊസൈറ്റിയുടെ ചെറിയ ഒരു ഉപഹാരം സ്വീകരിക്കുന്നതിനായി ശ്രീ രാജശേഖരൻ സാറിനെ ക്ഷണിക്കുന്നു. സ്വാമിജിയിൽ നിന്നും സ്വീകരിക്കുന്നു. സ്വാമിജിയിൽ നിന്നും ചെറിയൊരു ഉപഹാരം ശിവകുമാർ സാറിന് സ്വീകരിക്കുന്നു.